പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. ഫോൺ 9048460916. പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കാഞ്ഞിരമ്പാടത്തെ പെട്രോൾ പമ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടുകാരുടെയും ചോക്കാട് പഞ്ചായത്തിന്റെയും എതിർപ്പിനെ മറികടന്ന് പമ്പിന് അനുമതി നൽകിയതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ചോക്കാട് വില്ലേജ് അധികൃതർ നേരത്തെ നൽകിയ റിപ്പോർട്ടിനെതിരെയും പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ചോക്കാട് കാഞ്ഞിരമ്പാടത്ത് പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ 10 മീറ്ററിനുള്ളിൽ ഗുരുതര ശ്വാസകോശ രോഗബാധിതരും അംഗവൈകല്യം ബാധിച്ച കുട്ടി ഉൾപ്പെടെയുള്ള രോഗികളുണ്ട്. 50 മീറ്ററിനുള്ളിൽ 20ഓളം വീടുകളും 10 മീറ്ററിനുള്ളിൽ ഒരു ആരാധനാലയവും ഒരു ഫിസിയോതെറാപ്പി സെന്ററുമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന പെട്രോൾ പമ്പിനെതിരെ പഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും മറ്റും നാട്ടുകാർ നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതികളെല്ലാം അവഗണിച്ചാണ് പമ്പിന് അനുമതി നൽകിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചോക്കാട് പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം പെട്രോൾ പമ്പിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മലയോര ഹൈവേയിൽ 2 കിലോമീറ്ററിനുള്ളിൽ 3ാമത്തെ പമ്പാണ് ഇപ്പോൾ നിർമ്മാണം നടത്തുന്നത്. പമ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നേരത്തെ തണ്ണീർത്തടമായിരുന്നുവെന്നും ഇവിടെയുള്ള കുളം നികത്തിയാണ് പമ്പ് നിർമ്മാണത്തിന് ഒരുങ്ങുന്നതെന്നും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ നീലാംബ്ര സിറാജുദ്ദീൻ പറഞ്ഞു. ഞങ്ങളൊരു കൊല്ലം ഇതിന് പിന്നാലെ നടക്കോടെ ഇവിടെ ഞങ്ങളൊരു ഇതിന്റെ പരിപാടികളൊന്നും നടന്നപ്പോൾ ADM ആ മൂലക്ക നിന്നിട്ടാണ് പറഞ്ഞത്. അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറിച്ച് പോവുകയാണ്. അതിൽ നമ്മളെ തുണക്കാരെ ചെന്നിട്ട് പറഞ്ഞു, എന്താ സാറേ ഞങ്ങൾക്ക് ഇവിടെ പരാതി ഉണ്ട്. ഈ മണികണ്ഠൻ ADM മണികണ്ഠൻ അയാളെ പേര്. അത് പറഞ്ഞ സമയത്ത് അയാൾ പറഞ്ഞു, പിന്നെ ആ വണ്ടി കയറിയിട്ട് ഓലപ്പണ് പോയത് ആരപ്പം ഈ ബിനാമി ടീമിന്റെ പണ്ട് പോവുക ചെയ്തത്. ഒന്നും കേൾക്കാതെ പോയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, സാറേ ഇത് ഒക്കെ ഓക്കെ ആയിക്കണെന്ന് പറഞ്ഞു. ഞങ്ങൾ മണികണ്ഠൻ സാറിനെ പോയി കണ്ടപ്പോൾ അവിടെ അയാളെ വിട്ടുപോയിട്ടുണ്ട്. അത് അവിടുന്ന് റിട്ടയർ അടിച്ചു പോയിട്ടുണ്ട്. വേറെ ആളാണ് ഉള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾക്കിത് അറിയില്ല, അയാളൊക്കെ ഓക്കെ ആക്കി പോയി. അപ്പൊ നല്ല പൈസ വാങ്ങിയിട്ടല്ലേ ഇത് പോയിക്കണേ അല്ലേ അതാണ് അതൊന്ന്. പിന്നെ ഇവിടെ അടി നോക്കണേ 16 മീറ്റർ ഉണ്ടോ, ഇത് 16 മീറ്റർ പിടിച്ചു നോക്കി 4.5 മീറ്ററാണ് അവിടെ ഉള്ളത്. ആ പെരമകത്തിൽ ആ കുട്ടിക്ക് അവിടെ സുഖമല്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവർക്ക് പ്രശ്നമല്ല. 20 മെമ്പർമാർ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഈ സാധനം ബ്ലോക്ക് ചെയ്തതാണ്. ഇവരെല്ലാവരും ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നതാ. പിന്നെ പറഞ്ഞിട്ട് സെക്രട്ടറിന്റെ എന്തൊക്കെ പ്രശ്നമുണ്ട്, അയാൾ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് വന്നത്? ഇതൊക്കെ ഒരു ഇതുമാണ്. ഞങ്ങൾ സ്റ്റേഷനെ വിളിപ്പിച്ചപ്പോൾ ഇതിന്റെ എല്ലാ ആളുകളും ഞങ്ങൾ ജീനു ചെറിയാന്നറിയും. ഞങ്ങളെ ഓന്റെ അച്ഛനേറ്റും നല്ല ബന്ധന്, നല്ല മനുഷ്യനെ, മാഷയും അയാൾ ഇവനിട്ട് നല്ല സുഹൃത്തിന്. ഇവരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ കൊരങ്ങാളം മജീദാണ് മനസ്സിലാവും മാത്രം ഒപ്പിട്ട് ഓരോതാണ് ഒന്നാമത് വന്നത്. ഈ ബാക്കിയുള്ള ഞങ്ങളതൊക്കെ 7, 8 വന്നത്. പിന്നെ രണ്ടാമത് വില്ലേജർ വന്നിട്ടാണ് ഈ സാധനം മാറ്റിയത്. 1 വരായത് 2 ഞാനായത് ഇങ്ങനെയൊക്കെ വന്നത്. ഇതിൽ വികാരം ഉണ്ടാവില്ലേ സാറേ? പറയും. ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ആക്കിയേ പറ്റുള്ളൂ. അത് മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടി പറയട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന് വന്ന ആളുകൾ ഒന്ന് മറ്റേ ശൈലേഷ് എന്നാണ് ഒരു കരുവാരുണ്ടിക്കാരൻ, ഒരു പൊതുപ്രവർത്തകനാണോ. അതേപോലെ തന്നെ വേറൊരാണ്ട് എന്താണ് കാലിദ് ഇവരും ഒരു പൊതുപ്രവർത്തകൻ. ഇത് എന്ത് പൊതുപ്രവർത്തനം ഇവർ നടത്തുന്നത്? ഇവര് ഞങ്ങളുടെ സ്റ്റേഷനിൽ ചിരിക്കാതെ ഇവർ വരുമ്പോൾ ചിരിച്ചപ്പോൾ സ്റ്റേഷനിൽ ഇയാളെന്താ തുടങ്ങോ? ഇയാൾ പറഞ്ഞത് എന്തിനാണ് ചിരിക്കുന്നത്? SI വെച്ചത് അവരോട്. എന്തോ ഇതൊരു കുട്ടികളെ പ്രശ്നമല്ലേ, നിങ്ങൾക്ക് ഇത് ബിസിനസ് ആണല്ലോ. പിന്നെ ഒരു ബിനോ എന്താ പറഞ്ഞിട്ട് വേറെ എടുത്തോ. ഈ ചെറിയ മാഷി ചേർക്കാൻ ഇതെല്ലാം അറിയാം. നാട്ടുകാർ പഞ്ചായത്തിൽ നൽകിയ ഭീമഹർജിയുടെ അടിസ്ഥാനത്തിൽ പമ്പിന് വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും നിർത്തിവെക്കണമെന്ന ഉടമയ്ക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യത്തിനും പാരിസ്ഥിതിക പ്രശ്നത്തിന് ഇടയാക്കുന്നതുമായ യാതൊരു പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് അനുമതി നൽകില്ലെന്നും ജനങ്ങളോടൊപ്പം നിന്ന് എതിർക്കുമെന്നും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. ചോക്കാട് പഞ്ചായത്തിൽ കാഞ്ഞിരമ്പാടം നിവാസികളെ അവർക്ക് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പ് വരുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ജില്ലാ മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ കലക്ടർ, താലൂക്ക് ഓഫീസ്, അതുപോലെ പഞ്ചായത്തിലെല്ലാം പരാതി നൽകിയിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ടുറക്കാതെ ഈ സ്ഥലത്ത് പെട്രോൾ പമ്പ് നിർമ്മിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. അതിനെതിരെ അത് ശക്തമായിട്ട് ഈ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിന്റെ ഭരണസമിതിയും ഇതോടൊപ്പം ഉണ്ട്. ഇവിടെ ഈ ഭൂമിയും ഇതിനടുത്ത് താമസിക്കുന്ന ആളുകളും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസത്തിലാണ്, അളവിലാണ് കിടക്കുന്നത്. 6 മീറ്റർ പരിധിയിൽ ഒക്കെയുള്ള വീടുകൾ ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഈ ഭാഗത്ത് 2 കുട്ടികളുണ്ട്. ഒരു 85% കൂടുതൽ ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഭയാനകതയെപ്പറ്റി ഒരു അറിവുമില്ലാത്ത കുട്ടിയാണ്. അതുപോലെ തന്നെ ശരീരം ഇറുകിപ്പിടിച്ച് ശ്വാസകോശം ചെറുതായി വരുന്ന അസുഖമുള്ള ഒരു കുട്ടിയും ഇവിടെ ഉണ്ട്. ഈ കുട്ടിയുടെ ജീവനും ഒരു നിലയും വിലയും കൽപ്പിക്കാതെയാണ് ഉത്തരവാദിത്തപ്പെട്ട ADM ഇതിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാർക്കും ഉണ്ട്. അപ്പോൾ അതിനെതിരെ ഏതു രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ ഒരുക്കവുമാണ്. മാത്രവുമല്ല, നിലവിൽ ഈ ഭൂമി
വെള്ളം കെട്ടി നിൽക്കുന്നൊരു പ്രദേശമാണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരണമെന്നുണ്ടെങ്കിൽ നിലവിൽ നല്ല ഹൈറ്റിൽ മണ്ണിട്ട് നികത്തി വലിയ ഫില്ലറോ അല്ലെങ്കിൽ തറയോ കെട്ടിയിട്ട് വേണം ഇവിടെ ബിൽഡിംഗ് നിർമ്മിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഈ പ്രദേശത്ത് എല്ലാവരും കിണറിനാണ്, വെള്ളത്തിന് വേണ്ടി കിണറിനെ ആശ്രയിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് ഇവിടുത്തെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. മാത്രമല്ല വർഷങ്ങളോളം വെള്ളം കെട്ടി നിന്നൊരു കുളം അത് മണ്ണിട്ട് നികത്തിയിട്ടാണ് ഇവിടെ ഈ ഒരു പ്രവൃത്തി ആരംഭിക്കാൻ നോക്കുന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സിറാജ് നീലമ്പ്ര, അറക്കൽ സക്കീർ ഹുസൈൻ, മെമ്പർമാരായ ഷാഹിന ബാനു, എം അൻവർ, ടി രാമൻ, ടി ഷറഫുദ്ദീൻ, നാട്ടുകാരായ ടി ഷിഹാബുർ റഹ്മാൻ, ഒ കെ അബ്ദുൽ സഫീർ, ടി ബാബു, കെ ഹക്കീം, ഒ കെ ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.